വാട്സപ്പ് ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാവർക്കും കഴിഞ്ഞ ദിവസം മുതൽ ഇതുപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പോപ്പപ്പ് കാണാം. പുതിയ വാട്സപ്പിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വാട്സപ്പിന്റെ ഒഫീഷ്യൽ ആയിട്ട് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അതിൽ എഗ്രി എന്നും കൊടുത്തിട്ടുണ്ട്, നോട്ട് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പലരും ഇതൊന്ന് വായിച്ചു നോക്കാൻ പോലും നോക്കാതെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എഗ്രി എന്ന് കൊടുത്തവരുണ്ട്. പലർക്കും ഈ ഒരു പോപ്പപ്പ് എന്താണ്, എന്തിനെക്കുറിച്ചാണ്, പുതിയ എന്താണെന്നൊന്നും അറിയാത്തവരുണ്ട്. പലരും ഇതൊന്ന് ഒഴിവാക്കിയവരുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഫെബ്രുവരി 8-ാം തീയതിക്കുള്ളിൽ നമ്മൾ ഈ ഒരു വാട്സപ്പിന്റെ പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി എന്ന് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇനി മുതൽ വാട്സപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നോട്ട് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മാറേണ്ടി വരും, വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. അപ്പൊ ഇനി മുതൽ നിങ്ങൾക്ക് വാട്സപ്പ് യൂസ് ചെയ്യണോ, ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് എഗ്രി കൊടുക്കണോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്കും ഇത് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. വാട്സപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും ഫുള്ള് കാണാതെ പോകരുത്. കാരണം ഒഫീഷ്യൽ ആയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവസിക്ക് പ്രാധാന്യം കൊടുക്കുന്ന പലതരത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഹലോ ദിസ് ഇസ് ഫവാസ്, യു വാച്ചിങ് അഡോബിക്സ്. വാട്സപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നുള്ള ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ പലതും നമ്മുടെ പ്രൈവസി, നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ കുറെ ഡാറ്റാസ്, ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കോൾ ഹിസ്റ്ററീസ് ആവാം, കോൺടാക്ട്സ് ആവാം, നമ്മൾ സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് ആവാം, അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ മൊബൈൽ ഫോണിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ഡാറ്റാസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡാറ്റാസ് പലരും വേറൊരു കമ്പനീസോ അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷനോ എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അപകടങ്ങളും അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ഫേസ്ബുക്ക്. ഇവിടെ അടുത്ത കാലത്താണ് വാട്സപ്പ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫേസ്ബുക്കും വാട്സപ്പും ഒരേ കമ്പനി ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലുള്ള നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്ന കോണ്ടാക്ട്സ്, ഇങ്ങനെയുള്ള എല്ലാ ഡാറ്റാസും ഇനി മുതൽ ഫേസ്ബുക്ക് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക്, അതായത് അഡ്വർടൈസ്മെന്റിന്, അതുപോലെ തന്നെ അവരുടെ ബിസിനസ് പരമായുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ ഡാറ്റാസ് എടുക്കുമെന്ന് പരസ്യമായിട്ട് ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഫേസ്ബുക്കുമായിട്ട് കൊളാബ് ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ണർഷിപ്പിലുള്ള എല്ലാ കമ്പനികൾക്കും ഈ ഒരു ഡാറ്റാസ് ഷെയർ ചെയ്യുകയെന്നും ആ ഒരു ഡാറ്റാസ് അവരുടെ അഡ്വർടൈസ്മെന്റ് ആവശ്യങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും അവർ ഉപയോഗിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ വാട്സപ്പ് വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫുള്ളി ഫ്രീ ആയിട്ടാണ്. ഫുള്ളി ഫ്രീ ആയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് മന്ത്ലി ചാർജോ അല്ലെങ്കിൽ ഡെയിലി ചാർജോ ഇയർലി ചാർജോ ഒന്നും ഈടാക്കുന്നില്ല. നമ്മൾ ഇന്റർനെറ്റ്, ഏതൊരു നെറ്റ്വർക്കിൽ ഇന്റർനെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് റിസീവ് ചെയ്യാം, ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും എല്ലാ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന എങ്ങനെ, ആയിരക്കണക്കിന് എംപ്ലോയീസും ആയിരക്കണക്കിന് സെർവേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വാട്സപ്പ് വർക്ക് ചെയ്യുന്നത്. കാരണം അത്രയും പ്രോപ്പർ ആയിട്ടും പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഡെയിലി ആയിട്ടും വീക്ക്ലി ആയിട്ടും മന്ത്ലി ആയിട്ടും നമുക്ക് കൊണ്ടുവരുന്നതൊക്കെ അവർ ഫ്രീ ആയിട്ട് തരുന്ന നമ്മുടെ ഡാറ്റാസിന് അത്രത്തോളം പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഡാറ്റാസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മൾ വാട്സപ്പിൽ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് വേണം, ഒരു ടീഷർട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചുരിദാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ പുതുതായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഏതാണ് ബെസ്റ്റ് ഫോൺ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു സാംസങ്ങിന്റെ മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വിവോയുടെ A20 ഒക്കെ പറഞ്ഞിട്ടുള്ള മൊബൈൽ ഫോണുകളൊക്കെ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഡാറ്റയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 24 hours കഴിയുമ്പോഴേക്കും നമ്മൾ ഫേസ്ബുക്കിൽ ചെല്ലുമ്പോൾ ഇതേ അഡ്വർടൈസ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എന്തിനെ കുറിച്ച്, ഇപ്പോൾ ഒരു ടീഷർട്ട്, വൈറ്റ് ടീഷർട്ടിനെ കുറിച്ചാണ് നമ്മൾ സെൻഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ടീഷർട്ട് അല്ലെങ്കിൽ ഒരുപാട് ടീഷർട്ടുകളുടെ പരസ്യം നമുക്ക് ഫേസ്ബുക്കിൽ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ തന്നെ ഒരുപാട് തവണ വണ്ടർ അടിച്ചിട്ടുണ്ടാവും, ഇതിപ്പോ എങ്ങനെ, ഞാനവിടെ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ ഇന്റർനെറ്റിൽ വന്നു, അത്ഭുതം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ സ്വയം വിചാരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഡാറ്റാസ് കൊണ്ട് ഇവർക്കുള്ള ബെനിഫിറ്റ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡാറ്റാസ് കിട്ടുന്ന ഒരു ഒറ്റ സോഴ്സ് ആണ് വാട്സപ്പ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാം തന്നിട്ട് നമ്മളെ കൊണ്ടൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയും അതിൽ ചാറ്റ് ചെയ്യിപ്പിക്കുകയും കൂടുതലായിട്ട് ആക്റ്റീവ് ചെയ്യിപ്പിക്കുകയും പുതുതായിട്ടുള്ള അപ്ഡേറ്റുകൾ കൊണ്ടുവന്ന് അതിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡാറ്റാസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ വന്നിട്ട് ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയും അവർ ഇന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇന്ന അഡ്വർടൈസ്മെന്റ് ഇന്ന വ്യക്തികൾക്ക്, ഇത്ര ഏജുള്ള ആളുകൾക്ക്, ഇത്ര ഇൻട്രസ്റ്റഡ് ആയുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഫേസ്ബുക്കിന് അത് പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് വന്നുള്ള വാട്സപ്പിൽ ഏത് ഫീച്ചേഴ്സും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. പക്ഷേ ആ ഒരു ഫീച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ലൊക്കേഷൻ ആവട്ടെ, ഫോട്ടോസ് ആവട്ടെ, വീഡിയോസ് ആവട്ടെ, കോണ്ടാക്ട്സ്, അങ്ങനെ വാട്സപ്പിൽ
വാട്സപ്പിലുള്ള ഒരുവിധം എല്ലാ ഫീച്ചറും നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ ലൊക്കേഷൻ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ആക്സസ് കൊടുക്കണം. ഒരു ഫോട്ടോ നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗാലറി അല്ലെങ്കിൽ നമ്മുടെ മീഡിയ നമ്മൾ ആക്സസ് കൊടുക്കണം. കോൺടാക്ട്സ് നമുക്ക് വേറെ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട്സ് ഡീറ്റെയിൽസ് അവർക്ക് ആക്സസ് കൊടുക്കണം. അപ്പോൾ അതാണ് ഏതൊരു ഫീച്ചറും നമുക്ക് ഇനി മുതൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ എല്ലാത്തിനെയും ആക്സസ് കൊടുത്തേ പറ്റുള്ളൂ. ഇങ്ങനെ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ഫോട്ടോസ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള കോൺടാക്ട് നമ്പറുകൾ ഉണ്ടാവും, അത് മറ്റുള്ള കമ്പനികൾക്കും ഫേസ്ബുക്കിലേക്കൊക്കെ അങ്ങ് സ്പ്രെഡ് ആയി പോകും. അത്രയേ ഉള്ളൂ. മൂന്നാമതായിട്ട് നമ്മുടെ എല്ലാ ഡേറ്റാസും നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും വാട്സപ്പിലുള്ളത് മാത്രമല്ല കേട്ടോ, മൊബൈൽ ഫോണിന്റെ ഫുള്ളി ഡീറ്റെയിൽസ് അവരുടെ സെർവറിൽ അവർ ലോഡ് ചെയ്തു വെക്കുകയും അവരത് ഷെയർ ചെയ്യുകയും ചെയ്യും എന്നുള്ളത് ഓപ്പൺ ആയിട്ട് ഇതുവരെ പലതരത്തിലും അവരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലായിരുന്നു. നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കാനുള്ള കേപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ അതില്ല. നമ്മൾ എഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഇൻഫർമേഷൻ, മൊബൈൽ ഫോണിന്റെ മോഡൽ ഏതാണ്, ബാറ്ററി ലെവൽ ഏതാണ്, ഏത് സിമ്മാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എത്രത്തോളം സിഗ്നൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ട്, അതുപോലെ നമ്മൾ ഏത് OS ആണ് യൂസ് ചെയ്യുന്നത്, ഹാർഡ്വെയർ ഏതാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, IP അഡ്രസ്, ലൊക്കേഷൻസ്, അങ്ങനെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ഏകദേശം നമ്മുടെ മൊബൈൽ ഫോൺ അവർ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം അവർക്ക് ഷെയർ ചെയ്യുകയും ആ ഡേറ്റാസ് മറ്റുള്ള കമ്പനികൾക്കും ഫേസ്ബുക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തത്, നമ്മൾ ഭയങ്കര പ്രൈവസിയാണ്, വാട്സപ്പിൽ വേറെ ഒരു കമ്പനിക്കും വേറെ ആർക്കും പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഹസ്ബൻഡ് വൈഫ്, അതുപോലെ തന്നെ ലവേഴ്സ്, അച്ഛൻ അമ്മമാര്, അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഫീഷ്യൽ ആയുള്ള ചാറ്റിങ്, ഇതൊക്കെ നടത്തുന്നത് മുഴുവനായിട്ട് ഇവരുടെ സെർവറിൽ ലോഡ് ചെയ്ത് വെക്കുമെന്ന് വാട്സപ്പ് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണ് സേവ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും അവരുടെ സെർവറിലാണ് അവർ സ്റ്റോർ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചിട്ട്, ഇപ്പൊ നമ്മുടെ ലവേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ കപ്പിൾസിനോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള എന്തെങ്കിലും കോഡോ കാര്യങ്ങളോ നമ്മൾ മെസ്സേജ് അയച്ചിട്ട് അത് അവർക്ക് ഡെലിവേർഡ് ആയിട്ടില്ല എങ്കിലും 30 ദിവസത്തേക്ക് വാട്സപ്പിന്റെ സെർവറിൽ ഇത് അങ്ങ് കിടക്കും. നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചാൽ അയാൾ കണ്ടിട്ടില്ലെങ്കിലും ആ വാട്സപ്പിന്റെ സെർവറിൽ ആ ഒരു സാധനം 30 ദിവസത്തേക്ക് ഉണ്ടാവും. ഇനി അടുത്തത് പുതുതായിട്ട് വന്നതാണ് പേയ്മെന്റ് ഓപ്ഷൻ. ഈ ഒരു പേയ്മെന്റ് ഓപ്ഷനിൽ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസിന്റെ ഡാറ്റാ ബേസ് എല്ലാം ഇവർ സെർവറിൽ ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് അവർ ഈ അടുത്ത് യൂസ് ചെയ്യും എന്നുള്ളതും ഓപ്പൺ ആയിട്ട് തന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുതുതായിട്ട് വന്ന പേയ്മെന്റ് ഓപ്ഷനിലും ഈ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും ഓടിപ്പോയിട്ട് എഗ്രി എന്ന് കൊടുക്കരുത്. ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് നമ്മൾ ഹോൾഡ് ചെയ്യുക. ഫെബ്രുവരി 7-ാം തീയതി രാത്രി വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്, കാരണം കൂടുതലായിട്ട് പേര് എഗ്രിമെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ, എഗ്രി എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് യൂസേഴ്സ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് യൂസേഴ്സ് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറ്റാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നിങ്ങൾ അതിൽ എഗ്രി എന്ന് കൊടുക്കരുത്. നോട്ട് നൗ എന്ന് ഇപ്പൊ നിങ്ങൾ കൊടുത്തു വെക്കുക. ഞാനും നോട്ട് നൗ എന്ന് കൊടുത്തു വെച്ചേക്കാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ വേറെ ഉണ്ട്. ടെലഗ്രാം ഉണ്ട്, ഹൈക്ക് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ടെലഗ്രാം ഒക്കെ നമ്മൾ ഒരുപാട് അപ്ഡേറ്റഡ് ആയുള്ള ഫീച്ചേഴ്സ് ഒക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ടെലഗ്രാമിൽ നമ്മളും പുതിയൊരു ചാനലും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ടെലഗ്രാമും ഇതിലേക്കാൾ വാട്സപ്പിലേക്കാൾ ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫെബ്രുവരി 7 വരെയൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എഗ്രി എന്ന് കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതൊക്കെയാണ് വാട്സപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്. വളരെ നെഗറ്റീവായുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ വാട്സപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. എഗ്രി ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഇത് അയച്ചു കൊടുക്കുക. അവരും അറിയട്ടെ ഇതുപോലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്നും അവരുടെ പ്രൈവസി നഷ്ടപ്പെടാതിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.